In this class we will discuss about cross section of canals. ഒരു കനാല് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എക്സാക്ട്ലി ഗ്രൗണ്ടിൻ്റെ സർഫസിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഈ കനാല് അതിൻ്റെ ഒരു പാത്ത് പോകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ മണ്ണ് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും, അതായത് കട്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്ത് ആ സ്ഥലം ഉയർത്തി കനാൽ അതിൽ കൂടെ റൺ ചെയ്യേണ്ടി വരും. നമ്മൾ നാച്ചുറൽ ഗ്രൗണ്ട് സർഫസിൽ കൂടെ തന്നെ എപ്പോഴും കനാൽ റൺ ചെയ്യാൻ സാധിക്കണമെന്നില്ല എന്നാണ് പറഞ്ഞത്. ഇറ്റ് വിൽ ബി ഐദർ ഇൻ കട്ടിങ് ഓർ ഇൻ ഫില്ലിങ്. അപ്പോൾ ഇവിടെ കനാലിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നത് ടിപ്പിക്കൽ സെക്ഷൻ ഓഫ് എ കനാൽ ഹോളി ഇൻ കട്ടിങ്. മണ്ണ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു ക്രോസ് സെക്ഷൻ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം GL എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ലെവൽ. അതായത് ഗ്രൗണ്ട് എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവൽ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ സർഫസ് ഇതാണ് ഇനീഷ്യലി ഇവിടെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് സർഫസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ കനാല് ഗ്രൗണ്ട് സർഫസിനും താഴെയാണ് നിൽക്കുന്നത്. ഇത്രയും ഭാഗം നിൽക്കുന്നത് ഗ്രൗണ്ട് സർഫസിന് താഴെയാണ്. ദാറ്റ് മീൻസ് ഇത്രയും ഭാഗം മണ്ണ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കനാല് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് കനാൽ ഈസ് കോൾഡ് കനാൽ ഇൻ കട്ടിങ്. അപ്പോൾ ഇതിൽ പല പാർട്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇവിടെ മണ്ണ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സൈഡ് സ്ലോപ്പ്, ദിസ് ഈസ് ദ സൈഡ് സ്ലോപ്പ് 1:1 എന്ന് പറയുന്ന സ്ലോപ്പിലാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ബേസ് വിഡ്ത്ത് ക്യാപിറ്റൽ B ബേസ് വിഡ്ത്ത് ഉണ്ട്. ദെൻ അതിനുശേഷം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട് രണ്ട് സൈഡിലും. ദെൻ എഗെയിൻ ഒരു സ്ലോപ്പ് പോർഷനും വരുന്നുണ്ട്. സോ ഇത്രയാണ് ആക്ച്വലി കനാലിൻ്റെ ഒരു വാട്ടർ ക്യാരി ചെയ്യാനുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് വരുന്നത്. അതിനുശേഷം എഗെയിൻ ഫ്ലാറ്റ് പോർഷൻ ഉണ്ട്, അത് റോഡായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ രണ്ട് സൈഡിലും റോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോർഷനുണ്ട്. ദെൻ സോയിൽ ഫില്ല് ചെയ്ത് ഒരു സോയിൽ ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പോയിൽ ബാങ്ക് എന്നാണ് അതിനെ പറയാം. ഇനി ഇതേ കനാൽ തന്നെ ഫില്ലിങ്ങിലാണ് വരുന്നതെങ്കിൽ, ഹോളി ഇൻ ഫില്ലിങ്, അങ്ങനെയാണെങ്കിൽ ക്രോസ് സെക്ഷൻ ഈ രീതിയിലാണ് വരിക. അതായത് ഗ്രൗണ്ട് ലെവൽ, എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവൽ താഴെയായിരിക്കും. ഇതിന് മുകളിലേക്കാണ്, ഇതാണ് എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത്. ഇതിന് മുകളിലാണ് കനാൽ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും മണ്ണ് നമുക്കിവിടെ ഫില്ല് ചെയ്തതിന് ശേഷമേ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കനാല്. സോ ക്രോസ് സെക്ഷൻ നോക്കുക. ആക്ച്വലി ഇതാണ് കനാലിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും പോർഷനാണ് വരുന്നത്. ഇനി ഈ ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നത് പാർഷ്യലി ഇൻ കട്ടിങ് ആൻഡ് പാർഷ്യലി ഇൻ ഫില്ലിങ്. സോ പകുതി ഭാഗത്ത് കട്ട് ചെയ്യേണ്ടി വരും, ഇതാണ് ഗ്രൗണ്ട് സർഫസ് വരുന്നത്. ബാക്കി പകുതി ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ താഴ്ഭാഗത്തുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയേണ്ടി വരും, മുകൾ ഭാഗത്തുള്ളത് ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ദ കമ്പോണൻസ്, ദ ടേംസ് യൂസ്ഡ് ഇൻ canal section. We will study in detail that components of cross section such as side slope, berm, freeboard, bank, service road, back berm or counter berm, spoil bank, Burrow pit. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് എന്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സൈഡ് സ്ലോപ്പ്. Side slopes should be such that they are stable depending on the type of soil. സൈഡ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ കനാലിൻ്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് വളരെ സ്റ്റീപ്പായിട്ട് കൊടുക്കാനും സാധിക്കുകയില്ല, എന്നാൽ വളരെ ഫ്ലാറ്റായിട്ടും കൊടുക്കാൻ സാധിക്കില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ദ സോയിൽ ഒരു പർട്ടിക്കുലർ സ്ലോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. A comparatively steeper slope can be provided in cutting.
നമ്മൾ കട്ട് ചെയ്തുണ്ടാക്കുന്ന കനാലാണെന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യം സ്റ്റീപ്പായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അത് സ്റ്റേബിളായിരിക്കും. റാദർ ദാൻ ഇൻ ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് അത്രയും വലിയൊരു സ്റ്റീപ്പായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, അത് സ്റ്റെബിലിറ്റി കുറഞ്ഞ ഒരു കനാലായിരിക്കും. ആസ് ദ സോയിൽ ഇൻ ദ ഫോർമർ കേസ് ഷാൽ ബി മോർ സ്റ്റേബിൾ. ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇവിടെ സിൽട്ടിങ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഡോട്ട് കാണിച്ചിരിക്കുന്നത് വൺസ് കനാൽ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അത് കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ഒരു ഇത്രയും പോർഷൻ പുതിയൊരു മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്ത ഒരു ഏരിയയാണ് സിൽട്ടിങ് എന്ന് പറഞ്ഞ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആക്ച്വൽ സ്ലോപ്പ് 1:1 ആണ്, ഓർ 1.5:1 ആണ് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് ആക്ച്വൽ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത്. ഫൈനലി സിൽട്ടിങ്ങിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഫൈനൽ സ്ലോപ്പ് അക്വേർഡ് ഈസ് 1/2 എന്ന് പറഞ്ഞ സ്ലോപ്പിലേക്ക് ഇത് മാറുകയാണ് ചെയ്തത്. സോ ദിസ് നോർമലി ഹാപ്പൻസ് ഇൻ കനാൽസ്. അതായത് സൈഡ് സ്ലോപ്പ് ഇനീഷ്യലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് ആയിരിക്കണം എന്നില്ല, കുറേ വർഷങ്ങൾക്ക് ശേഷം ഫോം ചെയ്തുണ്ടാവുന്ന സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്, ഡ്യൂ ടു ദ ഡെപ്പോസിറ്റിംഗ് ഓഫ് സോയിൽ പാർട്ടിക്കിൾ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റും ചില സ്ഥലങ്ങളിൽ സംഭവിക്കും. അതായത് കൂടുതൽ ഫ്ലാറ്റായി തീരും സ്ലോപ്പ് ഡ്യൂ ടു ഇറോഷൻ ഓഫ് ദ സോയിൽ പാർട്ടിക്കിൾ. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടേമാണ് ബേംസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബേം ഇസ് ദ ഹൊറിസോണൽ ഡിസ്റ്റൻസ് ലെഫ്റ്റ് അറ്റ് ഗ്രൗണ്ട് ലെവൽ ബിറ്റ്വീൻ ദ ടോ ഓഫ് ദ ബാങ്ക് ആൻഡ് ദ ടോപ്പ് എഡ്ജ് ഓഫ് കട്ടിങ്. ഇത് ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ ഒരു സർഫസ് ഇതിനെയാണ് ബേം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോറി, ആക്ച്വലി ഇതല്ല, ഈ ഒരു ലെവൽ സർഫസ്. അതായത് ബേം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ വരുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു സർഫസാണ്. നമ്മുടെ സോയിൽ ബാങ്ക്, ഇത് സോയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ടോ എന്ന് പറഞ്ഞാൽ ഇതാണ് ടോ വരുന്നത്. ദെൻ കട്ടിങ്ങിൻ്റെ എഡ്ജ്, ടോപ്പ് മോസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ദിസ് വൺ. ഈ രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള സ്പേസ് അതിനെയാണ് ബേം എന്ന് വിളിക്കാറ്. Berm is provided in such a way that the bed line and the bank line remain parallel. അതായത് ബെഡിൻ്റെ ഈ ലൈനും അതുപോലെ ബാങ്കിൻ്റെ ഈ ലൈനും ഇത് രണ്ടും പാരലായിട്ട് ഇരിക്കുന്ന രീതിയിലായിരിക്കും ബേം ഫോം ചെയ്യുന്നത്. ഇഫ് 1:1 S1:1 is the slope in cutting, S2:1 is the slope in filling, then the initial beam width can be calculated as S2 minus S1 into D1. അതായത് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കട്ടിങ്ങിലുള്ള സ്ലോപ്പ് S1:1, ഫില്ലിങ്ങിലുള്ള സ്ലോപ്പ് ഇതാണ് ഫില്ലിങ് വരുന്നത്, ഫില്ലിങ്ങിൻ്റെ സ്ലോപ്പ് ഇതാണ്. അപ്പോൾ S2:1 2:1 എന്ന് ഉദ്ദേശിക്കുന്നത് 2 ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ. എപ്പോഴും ഹൊറിസോണ്ടലാണ് ആദ്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബേമിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ബേം ഡിസ്റ്റൻസ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു S1 മൈനസ് S2 ഇൻറ്റു ദ ഹൈറ്റ് ഈസ് D1, ദാറ്റ് വിൽ ഗീവ് യു ദ ബേം വിഡ്ത്ത്. അതതിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഇനി വേറൊരു കാര്യം പറയുന്നത്, when the water flows in the canal at full supply level, silt particles are deposited on the berms and make the final side slope to 1.5:1. സിൽട്ട് പാർട്ടിക്കിൾസ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ 1.5:1 എന്ന് പറയുന്ന സ്ലോപ്പായിരിക്കും അതിനുണ്ടായിരിക്കും. അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ഫ്രീ ബോർഡ്. ഒരു കനാലിൽ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കനാലിൽ വെള്ളം ഒഴുകുന്ന സമയത്ത് വെള്ളം കൂടി മാക്സിമം ലെവലിൽ എത്തുന്ന
ആ സമയത്ത്, അതായത് ഫുൾ സപ്ലൈ ലെവൽ FSL ആണ് മാക്സിമം സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയമാണത്. ഈ സമയത്ത് ബാങ്കിൻ്റെ കനാലിൻ്റെ സൈഡ് ബാങ്കിൻ്റെ ടോപ്പും ഫുൾ സപ്ലൈ ലെവലും തമ്മിലുള്ള ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ്, ഇതാണ് ആക്ച്വലി ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു സേഫ്റ്റി ഡിസ്റ്റൻസ് ആണ്. വെള്ളം ഓവർ ടോപ്പ് ചെയ്ത് പോവാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷണറി ഡിസ്റ്റൻസ് ആണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ദ മാർജിൻ ബിറ്റ്വീൻ FSL ആൻഡ് ബാങ്ക് ലെവൽ ഈസ് നോൺ ആസ് ഫ്രീ ബോർഡ്. ദ എമൗണ്ട് ഓഫ് ഫ്രീ ബോർഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസ്ചാർജ് ഓഫ് ദ ചാനൽ. ഈ ചാനലിൽ കൂടെ വെള്ളം ഒഴുകുന്നതിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് ഫ്രീ ബോർഡ് ഡിസൈഡ് ചെയ്യുന്നത്. ചെറിയ കനാലുകളാണെങ്കിൽ ഫ്രീ ബോർഡ് ചെറുത് മതി. വലിയ ഡിസ്ചാർജുള്ള വലിയ കനാൽസ് ആണെന്നെങ്കിൽ ഫ്രീ ബോർഡും അതിനനുസരിച്ച് കൂട്ടേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു ടേബിള് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഡിസ്ചാർജ് 1 to 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഉള്ള കനാലുകൾക്കാണെങ്കിൽ ഫ്രീ ബോർഡിൻ്റെ വാല്യൂ 0.5 മീറ്റർ കൊടുത്താൽ മതിയാകും. വേറെ 30 മുതൽ 150 വരെ ഡിസ്ചാർജ് ഉള്ള കനാലുകൾക്ക് 0.9 മീറ്റർ എങ്കിലും ഫ്രീ ബോർഡ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഗൈഡ് ലൈൻ. അടുത്ത ടൈം ബാങ്ക് എന്ന് പറഞ്ഞാൽ മണ്ണ് ഫില്ല് ചെയ്ത് രണ്ട് സൈഡിലും വെച്ചിരിക്കുന്ന, വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തിനെയാണ് ബാങ്ക് എന്ന് പറയുന്നത്. ദ പ്രൈമറി പർപ്പസ് ഓഫ് ബാങ്ക് ഈസ് ടു റീറ്റെയിൻ വാട്ടർ ഇൻ ദ കനാൽ. ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആസ് ഇൻസ്പെക്ഷൻ പാത്ത്. അതിൻ്റെ മുകളിലൂടെ നടന്ന് ഈ കനാൽ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ റോഡിൻ്റെ പോലെ തന്നെ ആക്ട് ചെയ്യും. സഫീഷ്യൻറ്റ് വിഡ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ റോഡായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ദേ ഷുഡ് ബി വൈഡ് ഇനഫ് സോ ദാറ്റ് എ മിനിമം കവർ ഓഫ് 0.5 മീറ്റർ അവൈലബിൾ എബവ് ദ സാച്ചുറേഷൻ ലൈൻ. അപ്പോൾ സാച്ചുറേഷൻ ലൈൻ, ഇതാണ് ഇവിടെ സാച്ചുറേഷൻ ലൈനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെള്ളം നനഞ്ഞിരിക്കുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലുള്ള ഭാഗത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലൈൻ, ദാറ്റ് ഈസ് കോൾഡ് സാച്ചുറേഷൻ ലൈൻ. ഇതിന് മുകളിലേക്ക് നനവുണ്ടായിരിക്കില്ല. സോ ബാങ്ക് ഷുഡ് ഹാവ് സച്ച് എ ഡയമെൻഷൻ ദാറ്റ് അറ്റ്ലീസ്റ്റ് എ minimum cover of 0.5 meter should be there above the saturation line. ഇതൊരു 0.5 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് എങ്കിലും വരുന്ന രീതിയിൽ വേണം ബാങ്ക് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അടുത്ത ടേം സർവീസ് റോഡാണ്. ഇത് നമുക്ക് അറിയുന്ന പോലെ തന്നെ ക്രോസ് സെക്ഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിലും റോഡ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടുള്ള, കനാൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് റോഡ് ഉണ്ടായിരിക്കും. The same road can be used to access the remote areas. They are provided 0.4 meter to 1 meter above full supply level depending upon size of the canal. ഇനി ഡൗല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ മെഷർ ഓഫ് സേഫ്റ്റി ഇൻ ഡ്രൈവിംഗ്, ഡൗലാസ് 0.3 meter height and 0.3 to 0.6 meter wide at top with side slopes of 1.5:1 to 2:1 are provided along the banks. They also help in preventing slope erosion due to rain etc. വേറൊരു ടേമാണ് കൗണ്ടർ ബീംസ്, ബാക്ക് ബീംസ്. Even after providing sufficient section for bank embankment, the saturation gradient line may cut the downstream end of the bank. സാച്ചുറേഷൻ ഗ്രേഡിയൻ്റ് ലൈൻ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഇവിടെ ബാങ്ക് ഇവിടെ സഫീഷ്യൻ്റ് ആയിരിക്കില്ല, സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് മണ്ണ് ഇവിടെ ഉണ്ടാവണമെന്നില്ല. അങ്ങനത്തെ കേസിൽ സാച്ചുറേഷൻ ലൈൻ ക്യാൻ ബി കെപ്റ്റ് കവേർഡ് അറ്റ്ലീസ്റ്റ് 0.5 മീറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗണ്ടർ ബീംസ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഈ കൗണ്ടർ ബീം എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ കൊടുത്തിട്ടുണ്ട് അഡീഷണലായിട്ട്. ഇത് ശരിക്കും നോർമലി ഈ ഒരു ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ സാച്ചുറേഷൻ ലൈൻ വേണ്ടിയിട്ട് മീറ്റായി. സോ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് പ്രാക്ടീസ്. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മളിവിടെ കൗണ്ടർ ബീം പ്രൊവൈഡ് ചെയ്യാറുണ്ട് ചില കേസുകളിൽ. സോ ദാറ്റ് മിനിമം ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0.5 മീറ്റർ. സ്പോയിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഒരു ഡെപ്പോസിറ്റിനെയാണ് പറയുന്നത്.
When the earthwork in excavation exceeds earthworks in filling, even after providing maximum width of bank embankments, the extra earth has to be disposed of economically. നമ്മൾ ഒരു കനാല് കട്ടിങ്ങിലാണ് വരണമെന്നുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന മണ്ണ് സാധാരണഗതിയിൽ അവിടെ ഈ എംബേക്ക്മെൻറ്റ് ഉണ്ടാക്കും, സൈഡിലുള്ള സോയിൽ ബാങ്ക് ഉണ്ടാക്കും. അതിനുശേഷം മണ്ണ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ചെയ്യാം. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി ബെറ്റർ ആയിരിക്കില്ല. സോ ഇൻ ദാറ്റ് കേസ് ഈ ബാങ്കിൻ്റെ സോയിൽ ബാങ്കിൻ്റെ മുകളിൽ തന്നെ വീണ്ടും ഫർദറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ള എക്കണോമിക്കലായിട്ടുള്ള മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ സച്ച് deposits of soil is called spoil bank. Burrow pits. When the earthwork in filling exceeds the earthwork in excavation, the earth has to be brought from somewhere outside. നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ മണ്ണ് ആവശ്യമാണെങ്കിൽ, എക്സ്കവേറ്റ് ചെയ്ത മണ്ണ് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ, ഇൻ ദാറ്റ് കേസ് പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവരേണ്ടി വരും നമുക്ക് ഈ സോയിൽ ബാങ്ക് എംബേക്ക്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവരുന്നത് അതിന് വേണ്ടിയിട്ട് പിറ്റ്സ് ഉണ്ടാക്കും. ആ പിറ്റ്സ് ഡഗ് ചെയ്തിട്ടാണ് അതിനകത്താണ് മണ്ണ് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള പിറ്റുകളെ പറയുന്നതാണ് ബോറോ പിറ്റ്സ് എന്നുള്ളത്. സാധാരണഗതിയിൽ ഇൻസൈഡ് ബോറോ പിറ്റ് തന്നെയാണ് ഉപയോഗിക്കാറ്. അതായത് കനാലിനകത്ത് തന്നെ പിറ്റുകൾ ഉണ്ടാക്കുന്നു, കനാലിൻ്റെ ബെഡിൽ അകത്ത് തന്നെ പിറ്റുകൾ ഉണ്ടാക്കുന്നു. സച്ച് പിറ്റ്സ് ആർ കോൾഡ് ഇൻസൈഡ് ബോറോ പിറ്റ്സ്. അതിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സെക്ഷനും കാണിച്ചിട്ടുണ്ട്, അതുപോലെ പ്ലാനും കാണിച്ചിട്ടുണ്ട്. പ്ലാൻ കാണിച്ചിരിക്കുന്ന ഇപ്പോൾ പിറ്റിൻ്റെ അപ്രോക്സിമേറ്റ് ഡയമെൻഷൻ എല്ലാണ് ലെങ്ത് എങ്കിൽ അടുത്ത പിറ്റ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ L/2 എങ്കിലും ഉണ്ടായിരിക്കണം. കുറേ നാളുകൾക്ക് ശേഷം ഇതിനകത്ത് സോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിക്കോളും, സിൽട്ട് വന്ന് ഈ പിറ്റുകളെല്ലാനും കവേർഡ് ആയിക്കോളും. ഇനി പുറത്താണ്, കനാലിൻ്റെ പുറത്താണ് ഇങ്ങനത്തെ പിറ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ ദേ ആർ കോൾഡ് എക്സ്റ്റേണൽ ബോറോ പിറ്റ്സ്. ഇഫ് ദേ ആർ എക്സ്കവേറ്റഡ് സംവെയർ വിതിൻ ദ ചാനൽ ദേ ആർ known as internal borrow pits. Internal borrow pits are more preferred than external borrow pits. The inside borrow pit may be located at the center of the canal. The idea behind this is that the borrow pits will act as a water pockets where the silt will be deposited and ultimately the canal bed will get leveled up.